ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ കിടന്ന് ഞങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ സാധ്യമല്ല. വേഗം റെഡിയാ പ്രിയ. ജയ, എന്താ മോനെ നീ പറയുന്നേ? ഞാനിനി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറേ കഴിക്കൂ. പടച്ചോറും പച്ചമുളകും കല്ലുപ്പും കൂടെ ഉടച്ച് മോരും ഒഴിച്ച് കഴിക്കും. അല്ല, ദൈവത്തിന്റെ ഓരോ വികൃതികളെ. അമ്മേ മഹാമായേ, ആദിപരാശക്തി. മോനെ ജയ, നോക്കി നിക്കാതെ അമ്മയെ ഒന്ന് സഹായിക്കടാ. എല്ലാവർക്കും ഒരു മാറ്റം വേണ്ടേ അച്ഛാ? അവർക്ക് മാറ്റം വന്ന പോലെ എനിക്കും ഒരു മാറ്റം വന്നു. അച്ചി വീട്ടിലെ പൊറുതി ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാനും പ്രിയയും കൂടി തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകുന്നു. മോനെ, എന്തുകൊണ്ടും ഉചിതമായൊരു തീരുമാനം. ഇത്രയും നാളും നിങ്ങൾ എന്നെ സഹിച്ചു. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമുക്ക് പോവാം പ്രിയ. അയ്യോ മോനെ, അങ്ങനെ എടുത്തിയുടെ ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പോയാ എങ്ങനെ ശരിയാവും? അത് മാത്രമല്ല, ശ്രീയെ ഇനി അധികം അവിടെ നിർത്താനും പറ്റില്ല. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അപ്പൊ പ്രിയ ഇവിടെ ഉള്ളത് അവൾക്കും ഒരാശ്വാസമാവും. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ കിടന്ന് ഞങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ സാധ്യമല്ല. വേഗം റെഡിയാ പ്രിയ. ജയ, എന്താ മോനെ നീ പറയുന്നേ? എന്താളിയത്? കാര്യം നമ്മളൊക്കെ തമ്മില് സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് അളിയൻ അന്യനല്ല എന്ന് തോന്നുന്നത് കൊണ്ടാ. അളിയൻ ഈ കുടുംബമൊന്നും അല്ലേ അളിയ. എന്നെ കരയിപ്പിക്കല്ലേ അളിയ, എനിക്ക് സഹിക്കാൻ പറ്റൂല. അളിയൻ എങ്ങും പോരുത്. അളിയനില്ലെങ്കിൽ ഈ കുടുംബത്തിന് ഒരു താളവും ഇല്ല, ഓളവും ഇല്ല. അങ്ങനെ പറയല്ലേ അളിയ. എന്നാ ശരി, ഞാൻ പോകുന്നില്ല അളിയ. നിങ്ങളെയൊക്കെ കരയിപ്പിച്ചിട്ട് പോയാ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല അല്ലേ? അയ്യോ, മോളെവിടെ പോവുക? ഇനി വാ. ഞാൻ കിച്ചണിലേക്ക്. അതുമല്ല, ഒത്തിരി തുണികൾ വാഷ് ചെയ്യാനുണ്ട്. വേണ്ട വേണ്ട, ഇനി അതൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. തുണി കഴുകല്, അടിച്ചു തൂപ്പ്, എച്ചിപ്പാത്രം കഴുകല്, ഇതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. അതൊക്കെ ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട വല്യമ്മേ. എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ആരുടെയും ഹെൽപ്പ് വേണ്ട. ദൈവമേ, ഈ അവതാരത്തിന്റെ സ്വഭാവം മാറ്റി തന്നതിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. അമ്മേ, എന്താ ആദ്യം ചെയ്യേണ്ടത്? നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, കോലോത്ത മഹാറാണി. അവള് ഒന്ന് വേണമെങ്കിൽ ചെയ്യട്ടെ. അല്ല, ഋതിക അമ്മ അടുക്കളയിൽ കേട്ടത്തില്ലല്ലോ, അതായിരിക്കും അങ്ങോട്ട് വരാത്തെ. അമ്മ എത്ര വഴക്കിട്ടാലും ആ കുട്ടിക്ക് അമ്മയോടൊപ്പം നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാ. എനിക്കവളെ അത്ര ഇഷ്ടമൊന്നുമല്ല. നമ്മളെ കൊണ്ട് അങ്ങനെ പണിയെടുപ്പിച്ച് അവൾ അങ്ങനെ ആഹാരം കഴിക്കണ്ട. വലിയ കോവിലകത്തെ കൊച്ചല്ലേ അമ്മേ, അവൾക്ക് ഇതൊന്നും അറിയത്തില്ല. ആഹാ,
നീ എന്തോ ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ കിടന്ന് ഉരുളുന്നേ? ചിലപ്പോഴൊക്കെ അവളുടെ പക്ഷം, ചിലപ്പോഴൊക്കെ അവളോട് ഉടക്ക്. അമ്മയ്ക്ക് അവളോട് ഉടക്കുള്ളതുകൊണ്ടാ എനിക്കും അവളോട് ഉടക്ക്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമൊന്നും എനിക്ക് അവളോടില്ല. ഓഹോ, അപ്പൊ അത് ശരി. അപ്പൊ എല്ലാവരും അവളുടെ കൂടെ, ഞാൻ ഒറ്റ. ഞാൻ പറയുന്നതെല്ലാം തെറ്റ്. അമ്മേ, ദേ ഋതിക ഇങ്ങോട്ട് വരുന്നുണ്ട്. വഴക്കൊന്നും പറയല്ലേ അമ്മേ. നീ പോയി ഇവിടുന്ന്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പോ. അതുമേ ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവൾക്ക് മോളോട് ഭയങ്കര സ്നേഹമാ. ഇപ്പൊ എന്നോട് റെക്കമെൻഡ് ചെയ്തു മോളോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്. രാധമേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കള്ളത്തിനെ കാണിക്കുന്ന എന്തിനാ? നമുക്ക് ഉള്ള സത്യം പ്രിയച്ചോട് പറഞ്ഞാലോ? ഏയ്, ഇപ്പൊ അത് വേണ്ട. അതിനൊരവസരം ഒത്തുവരും. അപ്പൊ നമുക്ക് സസ്പെൻസ് പൊട്ടിക്കാം. എന്തായാലും വലിയൊരു ആപത്തിന്ന് പർമ്മസാറും രാജുവും രക്ഷപ്പെട്ടു. ദൈവത്തിന് നന്ദി. അല്ല, മോളനോട് എത്ര കൃത്യമായിട്ട് പറഞ്ഞു രാജുവിന് ഒരു കുഴപ്പം വരില്ലെന്ന്. മോളുടെ കോൺഫിഡൻസ് സമ്മതിച്ചേ പറ്റൂ. രാജു ഒരു തെറ്റും ചെയ്യില്ല. എന്റെ അച്ഛനും ചെയ്യില്ല. തെറ്റ് ചെയ്യാത്തവരെ ആര് കുടിക്കാൻ ശ്രമിച്ചാലും ദൈവം സമ്മതിക്കില്ല രാധമേ. സാമ്പാറിനുള്ളതാ മോളെ. ദേ ഇതൊന്ന് അരിഞ്ഞെടുത്തേ. ശരി രാധമേ. ആ, ഇതല്ലേ? ഇത്ര മതിയോ? ആ മതി. മോളെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക് രാധമേ. രാജുവിനെയും വർമ്മസാറിനെയും രക്ഷിച്ചതിന്റെ പിന്നില് മോളല്ലേ? ഞാനൊന്നുമല്ല രാധമേ. അങ്ങനെ ആര് പറഞ്ഞു രാധമയോട്? പ്രിയച്ചി. അതെ, പച്ചക്കറി അരിഞ്ഞതിനെ സേവിക്കുന്നതൊക്കെ കൊള്ളാം. ഇങ്ങനെ കണ്ടം തുണ്ട് അരിഞ്ഞിട്ടിട്ട് കാര്യമില്ല. പോത്തുകളല്ലേ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരാ. അല്ല പിന്നെ ലിജിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? കാണുമെന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യം പറയാനാ. ഇരിക്ക്. താങ്ക്സ്. നല്ല കാര്യമാണെങ്കിൽ കേൾക്കാമല്ലോ. പറയ്. ആ ലാപ്ടോപ്പ് തട്ടിപ്പ് കേസിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്തിയത് ആരാണെന്നറിയോ? ഇല്ല. ആരാ? അകലെ